ഒരു നാടിനെ ഒന്നാകെ വിഴുങ്ങിയ ഉരുൾപൊട്ടൽ. വീടുകൾ നിന്നിരുന്ന ഭാഗത്ത് ചളിയും വെള്ളവും നിറഞ്ഞ കാഴ്ചയാണ്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്തഭൂമിയിലെത്താൻ പോലും കഴിയാത്ത സാഹചര്യം. മുണ്ടക്കൈയെ കവർന്ന ഇരുൾ തൂത്തെറിഞ്ഞത് 500-ന് മുകളിൽ വീടുകളാണ്. ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല. കാല് കുത്തിയാൽ കുഴിഞ്ഞു താഴേക്ക് പോകുന്ന സ്ഥിതി. സൈന്യവും സംസ്ഥാനത്തു നിന്നുള്ള സേനയും ജീവൻ പണയം വെച്ച് മനുഷ്യജീവനുകൾ തിരഞ്ഞിറങ്ങി. അതേസമയത്ത് അധികമാരാലും ശ്രദ്ധിക്കപ്പെടാതെ വിശ്രമമില്ലാതെ ജോലിയിലേർപ്പെട്ടിരുന്ന ഒരു വിഭാഗം കൂടിയുണ്ടായിരുന്നു ചൂരൽമലയിൽ. അതെ, KCB ജീവനക്കാരാണ്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ സർവവും നശിപ്പിച്ച മണ്ണിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വിശ്രമമില്ലാതെ പരിശ്രമിച്ചവർ. ഇരുട്ട് വീണു തുടങ്ങിയാൽ രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചമില്ലാതെ ആകില്ലെന്നിരിക്കെ വൈകുന്നേരമാകുമ്പോഴേക്ക് ദുരന്തഭൂമിയിൽ വൈദ്യുതി തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു KCB ജീവനക്കാർ. ചൊവ്വാഴ്ച ഉച്ചയായപ്പോഴേക്കും ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിക്കാൻ സംഘത്തിന് സാധിക്കുകയും ചെയ്തു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായി മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന മേഖലയിൽ 3 കിലോമീറ്ററിലേറെ ഹൈ ടെൻഷൻ ലൈനുകളും 8 കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിരുന്നു. ഉരുൾപൊട്ടലിൽ 2 ട്രാൻസ്ഫോമറുകൾ ഒഴുകി കാണാതാവുകയും 6 ട്രാൻസ്ഫോമറുകൾ തകർന്ന് നിലംപൊത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെ 1000-ഓളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 3 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രമുണ്ടായിട്ടുള്ളതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ദുരന്തഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം ഇന്നലെ ഉച്ചയോടെ തന്നെ പുനഃസ്ഥാപിച്ചിരുന്നു. ദുരന്തം നടന്നതിനു മറുഭാഗത്തുള്ള 2000-ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം ആരംഭിക്കാനാകൂ. വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട്. ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശം മേപ്പാടി സെക്ഷനിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ ഇന്നലെ പുലർച്ചെ 2 മണി മുതൽ സെക്ഷനിലെ ജീവനക്കാർ ഫീൽഡിലുണ്ടായിരുന്നു. ഏകദേശം പുലർച്ചയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു. 2 മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ 11 kV ലൈൻ പുനഃസ്ഥാപിച്ചു വൈദ്യുതി എത്തിച്ചു. മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ്, മേപ്പാടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് KCB പറയുന്നു. ഈ പ്രദേശത്തും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പ്രദേശത്തും സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളെ വാഹനസഹിതം 24 മണിക്കൂറും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൽപ്പറ്റ 33 kV സബ്സ്റ്റേഷനിൽ വെള്ളം കയറിയിട്ടുള്ളതിനാൽ അവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ കൽപ്പറ്റ ടൗണിലും പ്രധാനപ്പെട്ട ആശുപത്രികൾ എന്നിവിടങ്ങളിലും ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിച്ചിട്ടുമുണ്ട്.